ഞാനിപ്പോൾ വന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ജാസി ഓപ്പറേഷൻ കഴിഞ്ഞു എന്ന് പറയുന്നുണ്ടല്ലോ. ഈ മാറ് പെണ്ണുങ്ങളെ പോലെ മാറ് വെച്ച തന്നെ ഒരുതരം നമ്മുടെ ഇവിടെ ഇങ്ങനെ ആണുങ്ങൾക്ക് ഇങ്ങനെ കീറിയിട്ട് അതിൻ്റെ ഉള്ളിൽ പ്ലാസ്റ്റിക് സെറ്റ് ചെയ്യുക, ഒരു സൈസ് ജെല്ല് സെറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഈ പറയണത് അങ്ങനെ ആ ഒരു ഹോസ്പിറ്റലിൽ മുറിക്കലില്ല. പിന്നെ മുറിച്ചാൽ തന്നെ ഗർഭപാത്രം പറയണത് ആ നായിക്കില്ല. മനസ്സിലായില്ലേ? ഈ ഗർഭപാത്രം പറയണത് എന്താ വല്ല പ്ലാസ്റ്റിക്കോ വല്ല സ്റ്റീലോ വല്ല കുപ്പിപ്പാത്രം വെച്ചിട്ട് വെക്കാൻ പറ്റുന്നതാണ് ഗർഭപാത്രം എന്ന് പറയുന്നത്. ആണുങ്ങൾക്ക് എവിടെ ഗർഭപാത്രം ഉള്ളത്? പിന്നെ ഇവരിൻ്റെ കമ്മ്യൂണിറ്റിയിലെ പെട്ട ഒരു ചെക്കൻ പ്രസവിച്ചു പറഞ്ഞാൽ അത് ചെക്കനല്ല, അത് പെണ്ണായിരുന്നു. ആ പെണ്ണിന് അത് അവൾക്ക് ഗർഭപാത്രം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് പ്രസവിച്ചത് ആ പെണ്ണ്. എന്നിട്ട് ഇപ്പം ആണായിട്ട് നടക്കുന്നത്. ഇവൻ ശരിക്കും ആണല്ലേ, അതുകൊണ്ടല്ലേ ഇവ 1.5-2 വർഷം ഒരു പെണ്ണിനെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു പെണ്ണിൻ്റെ കൂടെ ജീവിച്ചത്. ഹണിമോണൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞില്ല ഇവൻ്റെ. ആ സാധനമുള്ള കാരണമല്ലേ അവളുടെ കൂടെ ഹണിമോണിന് നിന്നത്. അല്ലാണ്ട് അതില്ലെങ്കിൽ എങ്ങനെ ഹണിമോൺ ആഘോഷിക്കുക? ഒന്ന് ആലോചിച്ച് നോക്ക്. അല്ല ഇവ ഈ പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കണത് ആരിനെ ഇവൻ പൊട്ടനാക്കണത്? നമ്മളെ കുറേ സോഷ്യൽ മീഡിയയിൽ ജാസി എന്താ ഇപ്പം ഗർഭിണിയാണോ, പെറ്റ പെണ്ണാകുമോ ആണാകുമോ, ഗർഭം തന്നെ അല്ലേ, പാത്രം വയറ്റിലുണ്ടോ, പാത്രം വയറ്റിൽ കുറേ ആൾക്കാർ അതിന് വേണ്ടിയിട്ട് മീഡിയക്കാർ പോയിട്ട് അവനെ വിളിച്ചിരുത്തിയിട്ട് കുറേ ആൾക്കാർ നാണമില്ലേ ഇവർക്കൊക്കെ? എത്രയോ ആൾക്കാർ ഓരോ പ്രശ്നങ്ങളിൽ പെട്ട് കഴിഞ്ഞിട്ട് ഇടയിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ അടുത്തൊക്കെ പോയിട്ട് മീഡിയക്കാർ പോയിട്ട് നോക്കിയിട്ട് അവർക്ക് വല്ല സഹായം ചെയ്തുകൂടെ? എന്തിനാ വെറുതെ ഈ ആവശ്യമില്ലാത്ത നിൽക്കണം? ആ ചെക്കൻ എങ്ങനെ അതുമാതിരി ഈ രേണുസൂദിൻ്റെ പിന്നാലെ രേണുസൂദി തൂറിയാൽ പോകും മീഡിയേറ്റർ, കുളിക്കുമ്പോൾ പോകും മീഡിയേറ്റർ, ചന്തി കഴുകുമ്പോൾ പോകും മീഡിയേറ്റർ, അവളെ എയർപോർട്ടിലേക്ക് ട്രൗസർ ഇട്ടിട്ട് പോകാം മീഡിയേറ്റർ, എയർപോർട്ടിൽ പോയിട്ട് അവൾ ഇറങ്ങുമ്പോൾ മീഡിയേറ്റർ. ഇതെന്താ ലോകത്ത് ഈ രേണുവും മറ്റേ ഈ ജാസിയും മാത്രമേ ഉള്ളൂ? ഈ പോണവർക്ക് എത്ര നാണവും മാനമുണ്ട്? തൊലിയൊന്നുമില്ല ഈ പോണ ആൾക്കാർക്ക്. കഷ്ടം. നമ്മളും കണ്ടിട്ടുണ്ട് ഇവരിന് ആൾക്കാരെ. ഇപ്പോൾ ഈ രേണുസൂദി ഒന്നുമില്ലാണ്ടിരുന്നാണ് നമ്മളെ പോലെയുള്ളവരെല്ലാം അവളെ കുറ്റം പറഞ്ഞ് അവൾ വലിയൊരു സ്ഥാനത്തേക്ക് എത്തിയത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ജാസിനെയും നമ്മൾ കുറ്റം പറയും തോറും അവൻ വലിയ ഹൈ ലെവലിലേക്ക് പോണത്. അപ്പോൾ അവരിൻ്റെ പാട്ട് ഞങ്ങടെ വീട്, അവർ ജീവിക്കുക ചാകുക, കുറേ ഇങ്ങനെ വേഷക്കെട്ട് കാട്ടി അവന് മതിയാകുമ്പോൾ ഇവൻ പറയണു ഇവൻ മറ്റേ 9 അല്ല അതന്നെ പറയാം, ഇവനെ 9 എന്നാണ് പറയണം. മറ്റുള്ളവരിനെയൊന്നും 9 എന്ന് പറയാൻ പാടില്ല, ഇവനെ 9 എന്ന് പറയാം. കാരണം വേഷം കെട്ടി കുറച്ചുണ്ടിൽ ലിഫ്റ്റിക്കും തേച്ച് കമ്മലും കാട്ടിയിട്ട് നടക്കണം. അവ 9 തന്നെയാണ്, രണ്ടും കെട്ടത് തന്നെയാണ്. മറ്റുള്ള ആൾക്കാരെ നമ്മളങ്ങനെ പറയാൻ പാടില്ല. ഇവൻ അതാണ് ക്വാളിറ്റി. ഇവൻ്റെ പാട്ടിന്ന് വിട്. വേഷം കെട്ടി നടക്കണവൻ നടക്കട്ടെ. സർക്കസിൽ വേഷം കെട്ടിയിട്ടൊക്കെ ആൾക്കാർ വരില്ലേ, അതുപോലെ നാണവും മാനവും ഇല്ലാത്തവൻ ഇങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ ഇപ്പോൾ നമ്മൾക്കാണ്. അപ്പോൾ ഹലോ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.